And it goes like this. We'll get in your car and you'll lean to kiss me. We talk for hours and lie on the backseat. And then one random night when everything changes, you won't reply and we'll go back to strangers. അങ്ങനെ നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ പ്രോഡക്റ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതാ ഈ ഒരു ഗെയിമിംഗ് മൗസും അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിംഗ് കീബോർഡുമാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അൺബോക്സിംഗിലോട്ട് കിടക്കാം. And it goes like this. We'll get in your car and you'll lean to kiss me. We talk for hours and lie on the backseat. And then one random night when everything changes, you won't reply and we'll go back to strangers. ഇതാണ് നമ്മുടെ ഔള എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഗെയിമിംഗ് കീബോർഡ് പ്ലസ് മൗസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടിയാണ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. പൊട്ടിക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഒരു കാറ്റലോഗാണ്. ഇതിൻ്റെ T10Z എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇതിൻ്റെ കീസ്, ഫംഗ്ഷനും കാര്യങ്ങൾ, FN കീയുടെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ദെൻ ഇവിടെ ഇതൊരു സാധനം ഇങ്ങനത്തെ വന്നിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. അത് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇതാണ് നമ്മുടെ ഔളയുടെ കീബോർഡ് വന്നിരിക്കുന്നത്. ആ കീബോർഡ് നമുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഗെയിമിംഗ് കീബോർഡ്. ഇത് മെറ്റലാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് വാട്ടർ പ്രൂഫ് എന്നാണ് ഇതിലവന്മാര് എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ആയിരിക്കില്ല, മറ്റേ സ്പ്ലിറ്റ് പ്രൂഫ് ആയിരിക്കും. ലൈക്ക് നമ്മുടെ ഈ ചെറിയ ചെറിയ പിശുരടിച്ച വെള്ളം നനഞ്ഞ് ചീത്താവാത്ത സംഭവമായിരിക്കും. അല്ല വാട്ടർ പ്രൂഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വെള്ളത്തിൽ മുക്കാൻ താല്പര്യമില്ല. പിന്നെ അതിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടെ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ പോയാലും ഒരു 1.5 മീറ്ററോളം ഇതിന് ലെങ്ത് പറഞ്ഞുണ്ട്. ഇതിലാണെങ്കിൽ ഇവിടെ മൊബൈൽ ഹോൾഡർ ഉണ്ട്. അതായത് നമുക്ക് ഫോൺ ഇവിടെ ഇങ്ങനെ വെക്കാം. അതായത് ഫോൺ ഓർ ടാബ്, നമുക്കിപ്പം ഐപാഡ് ടാബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിൽ കാര്യങ്ങൾ നോക്കി ഇതിൽ ടൈപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഫോണിൽ വേണമെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഔളയുടെ ഒരു ബ്രാൻഡിങ് ഇവിടെ പറഞ്ഞുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞത് ഈ കളർ എന്ന് പറഞ്ഞാൽ ജിയോറാണ് ഇതിനകത്ത് പറഞ്ഞത്. അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ഇങ്ങനെ അതിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ കീ എന്ന് പറഞ്ഞത് ഇവിടെ FN പ്രസ് ചെയ്തതിനു ശേഷം ഇവിടെ പേജ് അപ്പിൻ്റെ അവിടെ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. 3 സെറ്റായിട്ട് കൂട്ടാം, 3 സെറ്റായിട്ട് കുറയ്ക്കാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓഫാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് ഹൈ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ സ്വിച്ചിലെന്ന് പറഞ്ഞാൽ FN താത്തിൽ ഇതിൽ താക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ 3 സെറ്റ് കൺട്രോൾ ചെയ്യാം. ലൈക്ക് ബ്ലിങ്ക് ചെയ്യണത്, പിന്നെ അല്ലാതെ ഒന്ന് നോർമലി ലൈറ്റ് അപ്പ് ചെയ്ത് ലൈറ്റ് ഡൗൺ ചെയ്യുന്നതും, പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് കത്തി നിൽക്കുന്നത്, അങ്ങനെ 3 ഇതായിട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ സൗണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടല്ലോ കീബോർഡിന്റെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെബ്രോണിക്സിന്റെ ഒരു ഗെയിമിംഗ് കീബോർഡ് പറഞ്ഞുണ്ട്. പക്ഷേ അത് ഈ കീയിലൊന്നും ലൈറ്റ് ഇല്ല. ഈ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇതിന്റെ അടിയിലുള്ള ലൈറ്റേ ഉള്ളൂ. ഈ കീ കൂടെ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റത്തില്ല. രാത്രിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, ലൈറ്റ് ഇല്ലാതെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഔളയിലോട്ട് പോയത്. ദെൻ ഇത് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് വേറൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കീ റിമൂവ് ചെയ്യാനുള്ള സാധനമാണ്. ഈ കീ റിമൂവ് ചെയ്യാനുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കീനെ റിമൂവ് ചെയ്ത് തുടയ്ക്കണമെങ്കിൽ തുടയ്ക്കാം. അല്ലെങ്കിൽ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് ആരോ അപ്പിനൊക്കെ വേറെ കീ വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. കീ കംപ്ലൈൻറ്റ് ആവണമെങ്കിലും വേറെ കീ നമുക്ക് ഇത് വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് പുതിയ കീ വെക്കുക എന്നുള്ളതാണ്. എക്സ്ട്രാ കീ ഒന്നും വന്നിട്ടില്ല. ദെൻ വേറെ ഇതിനകത്ത് വേറെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഗെയിമിംഗ് മൗസാണ്. മൗസ് പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ബ്രൈഡഡ് കേബിളാണ്. ഈ കേബിള് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബ്രൈഡഡ് കേബിളാണ്. പക്ഷേ ഇതിന് പറഞ്ഞത് സാധാ നോർമൽ കേബിളാണ് പറഞ്ഞത്. അപ്പം ഇതിൻ്റെ കേബിളിൻ്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം. 1 മീറ്റർ ഈ കേബിളിന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൽ എത്ര സ്വിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച്, അതായത് സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഇതിലാണ് നമുക്ക് ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളത്. 3 തരം ലൈറ്റ് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൽ പല പല കളർ കത്താനായിട്ടുള്ള 4ാമത്തെ മോഡും ഉണ്ട്. പിന്നെ ഇവിടെ 2 കീസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർവേഡ് പോവാം, ഇത് നമുക്ക് ബാക്ക് വേർഡ് പോവാം. അപ്പോൾ നമ്മൾ മൈ കമ്പ്യൂട്ടർ ഡിക്കകത്ത് കയറി 3 ഫയൽ അകത്ത് കയറിയിട്ട് നമുക്ക് ബാക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് കീയിൽ പോയി താക്കണ്ട. ഇതിൽ താത്താ നമുക്ക് ബാക്ക് പോവാം. തിരിച്ച് അടുത്ത ഫോൾഡറിൽ പോകണമെങ്കിൽ നമ്മൾ മുമ്പ് എടുത്ത ഫോൾഡറിൽ ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ ഇതിൽ താത്താൽ മതി. അത് ഒരുവിധം നൈസായിട്ട് തോന്നി. എഡിറ്റിങ്ങിനൊക്കെ എനിക്ക് നല്ലപോലെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്.
അത്രയാണ് ഇത് രണ്ടിനെയും പറ്റി പറയാനുള്ളത്. എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ബൾക്കിയാണ്. ഞാൻ നോർമലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൗസ് എന്ന് പറഞ്ഞാൽ സാധാ ഒരു മൗസാണ്, പഴയ മോഡൽ മൗസ് ഉണ്ടല്ലോ ആ മൗസാണ്. അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ തോന്നിയുള്ളൂ. പക്ഷേ യൂസ് ടു ആയതിനു ശേഷം വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു സ്വിച്ച് ആക്സസ് ചെയ്യാൻ എനിക്ക് ഈ കൈ കൊണ്ടുവരേണ്ടി വന്നു. പക്ഷേ ഇത് വെച്ച് തന്നെ നമുക്ക് ഈ വിരൽ വെച്ച് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാമായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് ഈ വിരൽ കൊണ്ടുവരേണ്ടി വന്നു. ഇവിടെ നിന്ന് ഈ വിരൽ യൂസ് ചെയ്യാൻ അത്ര സുഖം ഇല്ലാത്തതുകൊണ്ട് ഇത് കൊണ്ടുവന്നു. പക്ഷേ ഈ സ്വിച്ച് ഇപ്പുറത്തായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടാണ് ഈ സാധനം. അപ്പം അതാണ് ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണമെന്നുള്ളവർ വാങ്ങിക്കുക. ആ ഒരു സിബ്രോണിക്സിൻ്റെ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ കീയിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് എടുക്കാത്തത്. നമ്മളിപ്പം ലാപ്പിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഫ്ലാഷ് അടിച്ച് നോക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ആ ഒരു ഇതാണ്. അല്ലാതെ നിങ്ങൾക്ക് ലൈറ്റ് എന്തിനിടയിൽ നിന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, ബൈ.